ഫ്ലവർ ബഞ്ച് എന്ന് പറയാം. നമ്മൾ ഇന്നലെ വരയ്ക്കാത്ത ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അതും കൂടി ആ ഫ്ലവേഴ്സും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരയ്ക്കാൻ പറ്റും. ഇന്നലെ നമ്മൾ വിട്ട ഫ്ലവറും കൂടി വരയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ ഒരു 2 ലീഫ് വരച്ചു കൊടുക്കാം. ഫ്ലോറൽ ബെഞ്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ചെറിയ ഫ്ലവർ ആണെങ്കിൽ 2 3 ഫ്ലവർ 3 4 ഫ്ലവർ ഒക്കെ വരയ്ക്കാം. വലിയ ഫ്ലവർ ആണെങ്കിൽ ആ ഒരു വലിയ ഫ്ലവറും അതിന് ചുറ്റുമായിട്ട് കുഞ്ഞു ഫ്ലവേഴ്സും കൂടി വരച്ചു കൊടുത്താൽ മതി. 2 ലീഫ് വരയ്ക്കാം. എന്നിട്ട് ഈ 2 ലീഫിന്റെയും സെന്ററിൽ നമ്മൾ ഹംസ് വരയ്ക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൈ എടുക്കാതെ അതിന്റെ കൂടെ തന്നെ വരച്ചു പോയി തൊട്ട് മുകളിലോട്ട് പോയിട്ട് വേണം കർവ് ചെയ്ത് വരാൻ. വീണ്ടും അതുപോലെ തന്നെ മുകളിലോട്ട് പോയി ഈ ഒരു രീതിയിൽ മുകളിൽ വരച്ച് വരണം. ഈ ഒരു ഷേപ്പിന് വരണം. ഇത്രയും വലുതായിട്ട് വരയ്ക്കേണ്ട. ഇത് ഫ്ലവറിൽ വരയ്ക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വരച്ചാൽ മതി. ഇത് ഞാൻ കാണാൻ വേണ്ടി അങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. നമ്മൾ വരച്ചു പോകുമ്പോൾ ഹംസ് വരയ്ക്കുന്ന പോലെ തന്നെ പക്ഷെ മുകളിലോട്ട് വരച്ചു പോകണം. ഒന്നിന്റെ മുകളിൽ മറ്റത് സെന്ററിൽ വരുമ്പോൾ ഏറ്റവും മുകളിൽ, വീണ്ടും ഇപ്പുറം സൈഡിൽ വരുമ്പോൾ താഴേക്ക് വന്ന് ഈ ഒരു ഷേപ്പിന് വരണം. അത് നമ്മൾ ഈ ലീഫിന്റെ സെന്ററിൽ ചെറുതായിട്ട് വരച്ചാൽ മതി. വളരെ ചെറുതായിട്ട് വരച്ചാൽ മതി. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പുറത്തൊന്ന് വലുതായിട്ട് വരച്ചത്. ഓക്കെ, ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, 2 ലീഫിന്റെയും സെന്ററിൽ വരയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ വരച്ച ഇതിന്റെ ഈ ആദ്യം വരച്ച ലീഫ് അല്ല, മുകളിൽ വരച്ചതിന്റെ ഏകദേശം സെന്റർ പോർഷൻ എന്ന് നമ്മൾ പെറ്റൽസ് താഴേക്ക് വരച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ മുകളിലോട്ട് പെറ്റൽസ് വരയ്ക്കുന്നില്ല, താഴോട്ട് മാത്രം പെറ്റൽസ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഒരു ലെയർ ഇങ്ങനെ വരയ്ക്കാം. തൊട്ട് താഴെ ആദ്യം നമ്മൾ വരച്ച ആദ്യത്തെ ലെയറിൽ വരച്ച ഫ്ലവറിന്റെ പെറ്റലിന്റെ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ലെയറും വരച്ചു കൊടുക്കാം. രണ്ടാമത്തെ ലെയറിൽ വരച്ചു കൊടുക്കാം. കുറച്ചുകൂടി ചെറുതായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു 3 ലെയർ വരയ്ക്കാം. ഇതിപ്പോ വലുതായിട്ട് വരച്ചതുകൊണ്ട് 2 ലെയർ മതിയോ. ഓക്കെ, ഇനി ഈ ഫ്ലവർ തന്നെ നമുക്ക് ഇപ്പുറം സൈഡിൽ നിന്നും വീണ്ടും വരച്ചു കൊടുക്കാം. നമ്മൾ ബെഞ്ചായിട്ട് വരയ്ക്കുമ്പോൾ 2 3 ഫ്ലവർ ചേർത്ത് വരയ്ക്കും. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യം വരച്ച ലീഫ് ഇപ്പുറം സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ നേരത്തെ വരച്ചതുപോലെ ഹംസ് പോലെ തന്നെ, പക്ഷെ അത് ഷേപ്പ് മുകളിലോട്ട് പോകണം എന്നേ ഉള്ളൂ. സെന്ററിൽ വരുമ്പോൾ ഏറ്റവും മുകളിൽ, ഇപ്പുറം സൈഡിൽ വരുമ്പോൾ നേരെ വീണ്ടും താഴേക്ക് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങണം. ഈ രണ്ടാമത് വരച്ച അവിടെ നിന്ന് നമ്മൾ താഴേക്കാണ് പെറ്റൽസ് വരയ്ക്കുന്നത്, മുകളിലോട്ട് വരയ്ക്കണ്ട. ഈ നമ്മൾ ആദ്യം വരച്ച ഫ്ലവറിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കി വരച്ചാൽ മതി. ഫസ്റ്റ് വരച്ച ഫ്ലവറിൽ തട്ടുമ്പോൾ ഇതിനും രണ്ടാമത്തെ ലെയർ ആദ്യത്തെ ലെയറിലെ പെറ്റലിന്റെ മധ്യഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴോട്ട് വരയ്ക്കാം. ആദ്യം വരച്ച ഫ്ലവറിന്റെ അവിടെ എത്തുമോ, തട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാം. തട്ടുവാണെങ്കിൽ അവിടെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്ത് അതിന്റെ ബാക്കിയായിട്ട് അതിൽ ടച്ച് ചെയ്ത് തന്നെ ബാലൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടി വരച്ചു കൊടുക്കാം. അത് നമ്മൾ ഇത് 2 സൈഡിലും വരച്ചതുകൊണ്ട് ഇവിടെ നിന്ന് താഴെ നിന്ന് വരയ്ക്കാം. ആദ്യം ഇങ്ങോട്ടേക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ലീഫ് വരയ്ക്കാം. ഈ വരച്ചത് ഇതുപോലെ മുകളിലോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ വരച്ച സെയിം പ്രോസസ്സ് തന്നെ, താഴേക്ക് മാത്രം പെറ്റൽസ് വരച്ചു കൊടുത്താൽ മതി. ആദ്യം വരച്ച ഫ്ലവറിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ ആണല്ലോ, ഇത്രയും വരച്ചില്ലേ. ഇനി നമുക്കിത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കിതിന് ഒരു ലീഫും കൂടി വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു വലിയൊരു കർവ് ലൈൻ വരച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു കർവ് ലൈൻ വരച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നമ്മൾ ഇന്നലെ വരച്ച ലീഫിന് കുറച്ചുകൂടി വലുതായിട്ട് ഒരു വലിയൊരു കർവ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആ ഒരു കർവ് ലൈൻ തിരിച്ചു വരച്ച് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് നമ്മളിങ്ങനെ റാ പോലെ ഇതുപോലെ അതിന്റെ സെന്ററിൽ നിന്നായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച വലിയ കർവ് ലൈനിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ്, തിൻ ലൈൻസ് ഈ ഒരു രണ്ടാമത് വരച്ച ആ ഒരു റാ ഷേപ്പിലോട്ട് നല്ല തിൻ ലൈൻസ് വരച്ചു കൊടുക്കാം. തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചാൽ മതി. ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ഈ റാ ഷേപ്പും അതുപോലെ തന്നെ അതിന് മുകളിൽ വരച്ച ഈ കർവ് ലീഫിന്റെ ഷേപ്പും ഒന്ന് തിക്കായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഇപ്പുറം സൈഡിലും ഒരു 2 ലീഫ് വരച്ചു കൊടുക്കുക.
ഒരു ലീഫിനുള്ള സ്പേസ് ഉള്ളെങ്കിൽ ഒന്ന് വരച്ചാൽ മതി. 2 ലീഫിനുള്ള സ്പേസ് കിട്ടുമെന്നുണ്ടെങ്കിൽ 2 ലീഫ് വരച്ചു കൊടുക്കാം. ഇതിന്റെ സെന്ററിൽ നിന്ന് റാ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. തിന്നായിട്ടുള്ള ലൈൻസ് മുകളിൽ നിന്ന് താഴേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കുക. വരച്ചതിന് ശേഷം ഇതും ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു ലീഫിന്റെ ഷേപ്പും ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ വരച്ചു. ഓക്കെ. അതിന് താഴെ 2 ഫ്ലവർ, മുകളിൽ താഴെ 2 ലീഫ്, മുകളിൽ ഒരു ലീഫായിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ താഴെ മുകളിൽ 2 താഴെ ഒന്നായിട്ടോ അങ്ങനെ വേണോ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ ഈ ഫ്ലവർ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സർക്കിൾ പോലെ, ഒരു റാ ഷേപ്പ് സർക്കിൾ പോലെ വരച്ചു കൊടുത്തിട്ട് അതിന്റെ സെന്ററിൽ നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഈ വരച്ച ഈ ലീഫിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയ ജ്യൂസി ലീഫ് ഒരു 3 വരച്ചു കൊടുക്കാം. ഇത് ഇവിടെ ജ്യൂസി ലീഫൊക്കെ ഇവിടെ തന്നെ വരയ്ക്കണം എന്നില്ല. പിന്നെ ഇന്നലെ വരച്ച അയച്ചയിൽ ഒത്തിരി പേരുടെ ഈ ജ്യൂസി ലീഫ് കുറച്ചും കൂടി തിക്കായിട്ട് വരയ്ക്കണം. ഇവിടെ നമ്മൾ പേസ്റ്റ് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി എടുക്കണം. ഞാൻ കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയച്ചവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി ഒന്ന് പേസ്റ്റ് ഞെക്കി നല്ല തിക്കായിട്ട് വരയ്ക്കാം. ഞാൻ 2 ജ്യൂസി ലീഫ് കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ. അതുപോലെ നമുക്ക് ഈ ഫ്ലോറൽ ബെഞ്ചിൽ നമുക്ക് കുറച്ച് പാറ്റേൺസ് വരയ്ക്കാൻ പറ്റും. ഇതിപ്പോ സ്ഥലമല്ല, നമുക്ക് അടുത്തതിൽ വരയ്ക്കാം. ഓക്കെ. ഇവിടെ സ്ഥലമില്ല. അപ്പൊ ഇതിന് ഇനി ഫ്ലവറും കൂടി ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത സ്ഥലം ഒന്നും കൂടി തിക്കായിട്ട് വരച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ സെയിം രീതിയിൽ ബാക്കി 2 ഫ്ലവേഴ്സും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇനി അടുത്തത് വരയ്ക്കാമല്ലോ, അടുത്ത ബെഞ്ച് വരയ്ക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അടുത്തത് വരയ്ക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ. എപ്പോഴും ഷെയ്ഡ് ചെയ്താലും ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഷെയ്ഡ് ചെയ്ത പെറ്റൽസ് എല്ലാം ഒന്ന് തിക്കായിട്ട് അതിന്റെ മുകളിൽ കൂടി ഒന്നും കൂടി വരച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട്. ഓക്കെ. ഈ ലീഫിലും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫ്രണ്ടിൽ വരച്ച ഫസ്റ്റ് വരച്ച ലീഫിൽ. ഓക്കെ അല്ലേ? ഇത് എല്ലാം കൂടി ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും. അടുത്ത വരയ്ക്കാമല്ലോ. ഓക്കെ. അടുത്തത് വരയ്ക്കാം. അടുത്ത നമ്മൾ ഇന്നലെ വരച്ച ഒരു ഫ്ലവർ വെച്ചിട്ട് ഫ്ലോറൽ ബെഞ്ച് വരയ്ക്കാവേ. അതിന് നമ്മൾ ഇന്നലെ വരച്ച റെയിൻ ഡ്രോപ്പ് തിരിച്ച് വരയ്ക്കുമല്ലോ, മുകളിലേക്ക് ഇതുപോലെ വരയ്ക്കാം. അതിന്റെ അകത്തൂടി തന്നെ വീണ്ടും ഈ സെയിം അളവിന് തന്നെ ഒന്നും കൂടി വരച്ചു കൊടുക്കാം. 2 സെയിം അളവിന് വരയ്ക്കാം. മൂന്നാമത്തത് വരയ്ക്കുമ്പോൾ ഇന്നലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുമിച്ചാണ് വരച്ചത്. മൂന്നാമത്തത് വരയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഇതിന്റെ മുകളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് കൊണ്ട് എൻഡ് ചെയ്യുന്നത് ആദ്യം ചെയ്ത സെയിം സ്ഥലത്ത് തന്നെ. ഇപ്പുറം സൈഡിലും അതുപോലെ തന്നെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. വീണ്ടും അടുത്ത ലെയർ വരയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഈ നിരപ്പിന് ഇങ്ങനെ പോവരുത്, മുകളിലേക്ക് വേണം വരച്ചു പോകാൻ. മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ. ഇതിൽ വരച്ചതുപോലെ ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ലൈൻ കൊടുത്ത് ക്ലോസ് ചെയ്യാം. തിരിച്ച് ഓപ്പോസിറ്റ് ഇവിടെയും കർവ് ലൈൻ കൊടുത്ത് താഴെ ഒന്ന് ഡാർക്ക് ചെയ്യാം. ഇത് നമ്മൾ ഇന്നലെ വരച്ചതാണേ. എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഫസ്റ്റ് ലെയറിൽ ചെറിയ എം ഷേപ്പ് പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ ആയിട്ട് ചെറിയ എം ഷേപ്പ് പെറ്റൽ വരച്ചു കൊടുക്കുക. ഓക്കെ. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഇതിന്
ബ്രാക്കറ്റ് പോലെ വന്ന് താഴേക്ക് പോകുന്ന രീതിയിലുള്ള പെറ്റൽ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള പെറ്റൽ വരയ്ക്കാം. ഇപ്പോൾ ഇന്നലെ ഇത് വരച്ചതുകൊണ്ട് ഇത് വരയ്ക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ഈ ലീഫ് ഫുള്ള് ഈ പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതും ഷെയ്ഡ് ചെയ്യണം. ഇത് ലാസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് കുഞ്ഞു ഫ്ലവർ ആയിട്ട് ഒരു ഫ്രില്ല് വരച്ചിട്ട് അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിന്റെ കൂടെ ഇപ്പുറം സൈഡിൽ നിന്നും വീണ്ടും ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഫ്രില്ല് വരക്കുക, അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിന്റെ സെന്ററിൽ നിന്ന് വീണ്ടും ഇതുപോലെ തന്നെ ഫ്രില്ല് വരച്ച് ചുറ്റിനായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം. ചുറ്റിനായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം. ഇവിടെ മൂന്നാമത് വരച്ചതിന്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് തിക്കായിട്ട് വരച്ചു കൊടുക്കും. ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് നല്ല തിക്കായിട്ട് മുകളിൽ വരയ്ക്കാം. ഇനി നമുക്ക് ഇതിന് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ആദ്യം വരച്ചതുപോലെ തന്നെ വലിയൊരു കർവ് ലൈൻ വരച്ച് ക്രോസ് ചെയ്യാം. ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തിട്ട് സെന്ററിൽ നിന്ന് ഒരു ഡബിൾ ലൈൻ കൊടുക്കാം കേട്ടോ. 2 ഡബിൾ ലൈൻ കൊടുത്തിട്ട് തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. 2 സൈഡിൽ നിന്നും തിന്നായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഒരു ലീഫ് കൂടി വരയ്ക്കാം. സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു ലീഫായാലും കുഴപ്പമില്ല. വരയ്ക്കാം. ലീഫിന്റെ ഷേപ്പിന് വരച്ചിട്ട് സെന്ററിൽ നിന്ന് ഒരു ഡബിൾ ലൈൻ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് തിൻ ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ലീഫ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതുപോലെ ഇവിടുന്ന് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കാം. ആദ്യം ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കാം, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു തിൻ ലൈൻ. തിൻ ലൈൻ വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യാതെ തന്നെ വരയ്ക്കണം, തട്ടിക്കാതെ വരയ്ക്കണം. ഒരു സ്ക്വയർ ഷേപ്പിന് വരച്ചു കൊടുക്കാം. അതിനെ തിക്ക് ലൈൻ ആക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വീണ്ടും തിൻ ലൈൻ വരച്ചാൽ മതി. പേപ്പറിൽ ടച്ച് ചെയ്യാതെ വരയ്ക്കണം, ഡ്രാഗ് ചെയ്ത് തന്നെ ലൈൻ വരയ്ക്കണേ. വരച്ചിടുക. ഇനി ഇതിനെ ജസ്റ്റ് തിക്ക് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതിന് ഒരു ലൈനും കൂടി ഇതിന് പുറമെ വരച്ചിട്ട് ആ ലൈനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെയാണ്. അതിന് ചുറ്റുമായിട്ട് ലൈൻ വരച്ച് ഹംസ് വരച്ചു കൊടുക്കുക. ചുറ്റിനും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ചുറ്റിനും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് 3 ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാം. ആദ്യത്തെ സെന്ററിലെ ജ്യൂസി ലീഫ് കുറച്ച് വലുതായിട്ട് വരച്ചു കൊടുക്കുക. 2 സൈഡിൽ 2 ചെറുത് വരച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലോറൽ ബഞ്ച് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈൻസ് വരയ്ക്കുമ്പോൾ കുറച്ച് പാറ്റേൺസ് വരയ്ക്കും. അപ്പോൾ ഒരു പാറ്റേൺ ഇവിടെ വരയ്ക്കാം, മറ്റത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാവേ. പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. ഒരു 5ഓ 6ഓ തിൻ ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കുക. ഒത്തിരി ഗ്യാപ്പ് വേണ്ട, നല്ല തിന്നായിട്ട് തന്നെ വരയ്ക്കണം. അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുക്കുക.
ഓക്കെ, മാക്സിമം 5 അല്ലെങ്കിൽ 6 അത്രയും മതി, ഒത്തിരി വീതി കൂട്ടണ്ട. ഓക്കെ, ഇനി നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സി പാറ്റേൺ എന്ന് പറയും. സി പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈനിന്റെ ഈ ഒരു കാണുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ നല്ല തിക്കായിട്ട് സി പോലെ വരച്ചു കൊണ്ടുവന്ന് ഇതിന്റെ ഇപ്പുറത്തേക്ക് വളച്ച് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇതുപോലെ വളച്ച് സി പോലെ കൊണ്ടുവന്ന് ഇപ്പുറം സൈഡിൽ, ഈ ലൈനിന്റെ ഇപ്പുറം സൈഡിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെ താഴെ നമുക്ക് എത്ര സ്പേസ് കിട്ടോ അത്രയും സ്ഥലത്ത് വരച്ചു കൊടുക്കുക. ഇപ്പൊ 2 സ്പേസ് എനിക്കുള്ളൂ, നിങ്ങൾക്ക് 3 4 ഒക്കെ ഉണ്ടെങ്കിൽ വരച്ചു കൊടുക്കുക, അതനുസരിച്ച് വരയ്ക്കാം. ഓക്കെ, ഇത് സി പാറ്റേൺ. ഇതുപോലെ നമ്മൾക്ക് എസ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അത് ഇപ്പുറത്തോട്ട് വരയ്ക്കാവേ. നമുക്ക് ഇനി ഏതെങ്കിലും ഡിസൈനിൽ അല്ലെങ്കിൽ ഫ്ലോറൽ ബെഞ്ചിൽ വരയ്ക്കുമ്പോൾ അതും കൂടി ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. ഒരു മാക്സിമം 5 അല്ലെങ്കിൽ 6 ലൈൻ വരച്ചാൽ മതി, അതിൽ കൂടുതൽ വരയ്ക്കേണ്ട. ഒത്തിരി വീതി വേണ്ട, 4 ആയാലും കുഴപ്പമില്ല. തിന്നായിട്ട് വരച്ചു കൊടുത്തിട്ട് തിന്നായിട്ട് തന്നെ ലൈൻസ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ സി ആയി. എസ് പാറ്റേൺ വരയ്ക്കാൻ നമ്മൾ ഇവിടെ നിന്ന് നല്ല കർവി ആയിട്ട് വരച്ച് നല്ല തിക്കായിട്ട് വരയ്ക്കുക. ഇവിടെ ലൈനിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രഷർ കുറച്ച് കൊടുക്കുക. ഈ ലൈനിൽ എത്തുമ്പോൾ പ്രഷർ കുറയ്ക്കുക. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം പ്രഷർ കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്തത് ഇതിന്റെ താഴെ നിന്നല്ല, ആദ്യം വരച്ച ഈ മുകളിൽ നിന്ന് തന്നെ തൊട്ട് താഴെ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. തിക്കായിട്ട് വരയ്ക്കുക. ഈ ലൈനിൽ കയറുമ്പോൾ നമ്മൾ പ്രഷർ കുറച്ച് കൊടുക്കുക, തിന്നായിട്ട് വരച്ചു കൊടുത്താൽ മതി. താഴെ വന്ന് ഇവിടെ വെളിയിൽ വന്ന് വീണ്ടും ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. വീണ്ടും അതുപോലെ ഇതിന്റെ താഴ്ന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് വന്നിട്ട് മുകളിൽ ഈ ഒരു കർവ് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ, ഇത് എസ് പാറ്റേൺ ആണേ, ഇത് സി പാറ്റേൺ. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ അടുത്ത ഫ്ലോറൽ ഡിസൈനിന്റെ കൂടെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ, ഇത് ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ക്ലാസ്സിൽ വരയ്ക്കാത്ത ഒരു ഫ്ലവറും കൂടി വെച്ച് ഫ്ലോറൽ ബെഞ്ച് വരച്ചിട്ട് നമുക്ക് ഡിസൈൻ വരയ്ക്കാം. ഡിസൈൻ വരച്ചിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ അല്ലേ? അങ്ങോട്ടേക്ക് വരയ്ക്കണേ. ഫസ്റ്റ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്രില്ല് വരച്ചു കൊടുക്കുക. സ്രില്ല് വരയ്ക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെ വരയ്ക്കാം. നമ്മൾ നേരത്തെ വരച്ചതുപോലെ അത്ര അടുപ്പിച്ചടുപ്പിച്ച് സ്രില്ല് വരയ്ക്കേണ്ട, അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ട് സ്രില്ല് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്രില്ലിന്റെ എൻഡിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. മൊത്തം താഴെ തൊട്ട് മുന്നത്തെ ലെയറിൽ മാത്രം ടച്ച് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്താൽ മതി. പിന്നെ അതിന്റെ തൊട്ട് താഴത്തെ ലെയറിലും ഇതുപോലെ 2 ലൈൻ വരച്ചു കൊടുക്കുക. 2 ലൈൻ 2 സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ 2 സൈഡിൽ നിന്നും ചെറിയൊരു ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കുക. ചെറുത് 2 സൈഡിൽ നിന്നും താഴേക്ക് വരച്ചു കൊടുക്കുക. ഇതിന്റെ നേരെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലീഫ് വരച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ലീഫ് വരയ്ക്കുക. അപ്പൊ നമ്മൾ ആദ്യം വരച്ച ലൈൻ, ഇതിന്റെ സൈഡിൽ നിന്ന് വരച്ച ലൈൻ ഇതിൽ ഈ ലീഫിൽ തട്ടുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഈ ലീഫ് ഇതിന്റെ സെന്ററിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ജസ്റ്റ് വളച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ വരച്ച പോലെ ലോട്ടസിനൊക്കെ വരച്ച പോലെ ഇവിടെ നിന്ന് ഒരു ലെയർ ഇങ്ങോട്ട് താഴേക്ക് വരയ്ക്കുക. ഇപ്പുറം സൈഡിൽ നിന്നും ഒരു ലെയർ താഴോട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ ലോട്ടസിന്റെ പെറ്റൽസ് വരച്ചതുപോലെ 2 സൈഡിൽ നിന്നായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിനെ രണ്ടിനെയും കൂടി ജോയിന്റ് ചെയ്ത് റാ പോലെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക. ഇപ്പുറം സൈഡിൽ നിന്നും താഴേക്ക് ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ 2 ലീഫില്ലേ, ഇങ്ങനെ ടോട്ടൽ 4 ലീഫ് വരച്ച ഈ 2 ലീഫിന്റെ ഈ താഴത്തെ ലീഫിൽ നിന്ന് ഒരു പെറ്റൽ പോലെ വരച്ച് നമ്മൾ തൊട്ട് മുകളിൽ ആ ലോട്ടസിന് വരച്ച പോലത്തെ അതിന് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലോട്ടസ് പോലെ വന്ന് ഈ സൈഡിലേക്ക് ജോയിന്റ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറം സൈഡിലും ചെയ്തു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് ലെയർ വരച്ചു കൊടുക്കാം. ഈ ഒരു ഫ്ലവറിന് മുകളിലോട്ട് ഇത്ര വരച്ചാൽ മതി. ഇനി പെറ്റൽസ് വരയ്ക്കുമ്പോഴെല്ലാം താഴേക്ക് വരച്ചാൽ മതി. അതായത് നമ്മൾ ഈ ഒരു സൈഡ് സെന്ററിൽ നിന്ന് തുടങ്ങാം, മുകളിൽ നിന്നല്ല, സെന്ററിൽ നിന്ന് താഴേക്ക് പെറ്റൽസ് വരച്ചു കൊടുക്കാം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് വരയ്ക്കാം. ഇവിടെ എത്തുമ്പോൾ ഇത് രണ്ടും ഒന്ന് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരു പെറ്റൽ വരച്ചു കൊടുക്കുക ചെറുതായിട്ട്. ഇവിടെ നിന്ന് വീണ്ടും വരച്ചു കൊടുക്കുക. ഇത്രയും മതി. മുകളിലോട്ട് പോകണ്ട, സൈഡിൽ മാത്രം വരച്ചു, സൈഡിലും താഴേക്ക് മാത്രം വരച്ചാൽ മതി. ഓക്കെ. നമ്മൾ നേരത്തെ വരച്ച ഫ്ലവറിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണേ. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ചെയ്യും. ഞാൻ വിട്ടുപോയത്. ഓക്കെ, വരച്ചല്ലോ. ഇനി നമുക്ക് ഇതിന് ഒരു മൊട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഒരു ഓവൽ ഷേപ്പിന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇതിന്റെ താഴെന്ന് നന്നായിട്ട് പ്രഷർ കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രഷർ കൊടുക്കുക. പേസ്റ്റ് നന്നായിട്ട് പുറത്തു പോകണം. നന്നായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ട് കോൺ ഇങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുവന്ന് ഈ ഭാഗത്ത് എത്തുമ്പോൾ താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇവിടുന്ന് നല്ല തിക്കായിട്ട് കൊണ്ടുവന്ന് ഈ സെന്ററിൽ എത്തുമ്പോൾ താഴോട്ടാക്കി കൊടുക്കാം. ഇപ്പുറം സൈഡും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. നല്ല പ്രഷർ കൊടുത്ത് കൊണ്ടുവരാം. നല്ല പ്രഷർ കൊടുത്ത് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ താഴേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, സെന്ററിന്നും അതുപോലെ അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകും. സെന്ററിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വീതിക്ക് കൊടുക്കണേ. ഇനി ഇതിന്റെ എൻഡിൽ ചെറിയൊരു സർക്കിളോ സ്രില്ലോ പോലെ എന്തെങ്കിലും വരച്ചു കൊടുത്താൽ മതി. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു താഴേക്ക് ഒരു ലൈൻ കൊടുക്കുക, ഇങ്ങറ്റത്തുനിന്നും കൊടുക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനൊരു ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ 2 കർവ് ലൈൻസ് ചേർത്ത് ഒരു ലീഫ് വരച്ചാൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടി സിക്സാഗ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ സിക്സാഗ് പോലെ വരച്ചു കൊടുക്കുക. ഈ രീതിയിൽ ഇതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കുക. ഇതിന്റെ സെന്ററിന്നും അതുപോലെ തന്നെ സിക്സാഗ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ലീഫും കൂടി വരച്ചു കൊടുക്കാം. അതിലും ഇതുപോലെ സിക്സാഗ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെന്ററിന്ന് ഒരു ലൈൻ കൊടുക്കാം. താഴെ ഒരു ലീഫ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതുപോലെ സിക്സാഗ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. സെന്ററിന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു സർക്കിൾ ഷേപ്പിന് വരച്ചു കൊടുക്കാം. സർക്കിളായിട്ട് ജസ്റ്റ് ഹാഫ് സർക്കിൾ, ഫുൾ വേണ്ട, ഹാഫ് ഒരു സെമി സർക്കിൾ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് വളഞ്ഞു പോകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡോട്ട് ഇട്ടൊരു ലൈൻ അല്ലെങ്കിൽ വിസിബിൾ ആവാത്തൊരു ലൈൻ വരച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, വീണ്ടും ഒരു ലൈനും കൂടി വരച്ച് ഇതിനെ തിക്കാക്കി കൊടുക്കുക. ഈ സർക്കിളിന് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോഴും ടച്ച് ചെയ്യാതെ തന്നെ വരച്ചു കൊടുക്കുക. കൊണ്ടുവന്ന് ഡാർക്കാക്കി കൊടുക്കുക. ഇതിനെ തിക്കായിട്ട് വരച്ചു കൊടുക്കുക കൊണ്ടുവന്നിട്ട്. ഒരു ലൈനും കൂടി വരച്ച് അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, അതിന് ചുറ്റുമായിട്ട് ഹംസ് വരച്ചു കൊടുക്കണേ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ചെക്ക് വരയ്ക്കാം. ചെക്ക് വരയ്ക്കാനായിട്ട് കുറച്ച് ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കാം. തിൻ ലൈൻസ് ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം വരയ്ക്കാൻ. ഒത്തിരി ഗ്യാപ്പ് വേണ്ട, ചെറിയ ഗ്യാപ്പ് ഇട്ട് വരച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ താഴേക്കും വരച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കോളംസ് കിട്ടുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എപ്പോഴും ചെക്കിൽ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ
കോളം വിട്ടിട്ട് രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു ബോക്സ് ഇങ്ങനെ ചെയ്യണ്ട. നമ്മൾ ആ ഒരു ചെറിയ ബോക്സിൽ ഒരു ഡോട്ട് വരച്ചു കൊടുക്കുക. ആ ബോക്സ് ഫില്ല് ആവുന്നത് വരെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യത്തെ ബോക്സ് വിട്ടിട്ട് രണ്ടാമത്തെ ബോക്സിൽ വരച്ചു കൊടുക്കുക. തിരിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യം ഡാർക്ക് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്ത ബോക്സ് വെറുതെ വിട്ടാൽ മതി. അതേപോലെ ആ ഒരു ഓർഡറിൽ തന്നെ തെറ്റാതെ വരച്ചു കൊടുക്കുക. ഒരു കോളം വെറുതെ വിടുവാണെങ്കിൽ പിറ്റേ ഇതിൽ ഡോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് വെറുതെ വിട്ട് അടുത്തതിൽ വീണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കണം. ആ ഒരു രീതിയിൽ കൊണ്ടുവരാം. ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. ഇത് ചെക്ക് പകരന് മാറ്റി ഇതിന് ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി. ഇതിനകത്ത് ജ്യൂസി ലീഫോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ ഓരോ ഇത് വിട്ടിട്ട് വേണം, ഓരോ കോളവും വിട്ടിട്ട് വേണം അപ്പുറത്തെ കോളത്തിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് വൈൻസ് വരച്ചു കൊടുക്കാം. നമ്മൾ ഇന്നലെ വരച്ച ഒരു സ്പൈറൽ അത്യാവശ്യം സർക്കിളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് അത്യാവശ്യം കർവി ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം. ഒരു സ്പൈറല് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിന്റെ തൊട്ടടുത്തുനിന്ന് ഒരു ലൈനും കൂടി കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ നല്ല രീതിയിൽ ഒരു ലൈൻ വരച്ചു വന്ന് ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുക്കുക. പ്രഷർ നന്നായിട്ട് പേസ്റ്റ് പുറത്തു പോകുന്ന രീതിയിൽ തന്നെ പ്രഷർ കൊടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ എത്തുമ്പോൾ മാത്രം പ്രഷർ കുറച്ചൊരു വാല് പോലെ ആക്കി കൊടുക്കുക. അതുപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോൾ മുകളിൽ എത്തുമ്പോൾ നന്നായിട്ട് പ്രഷർ കൂട്ടി കൊടുക്കുക. പ്രഷർ കൂട്ടി എൻഡിൽ എത്തുമ്പോൾ മാത്രം പ്രഷർ കുറച്ചൊരു വാല് പോലെ ആക്കി കൊടുത്താൽ മതി. അതുപോലെ ഇനി വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ജ്യൂസി ലീഫ് പോലെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ജ്യൂസി ലീഫും കൂടി വരച്ചു കൊടുത്താൽ മതി. ഇതിന് പകരം നമുക്ക് ടിയർ ഡ്രോപ്പ് വരയ്ക്കാം, വലുതായിട്ട് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ജ്യൂസി ലീഫ് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഈ എൻഡിൽ ഒരു ടിയർ ഡ്രോപ്പ് താഴെയും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ വരച്ച പോലെ ഒരു പാറ്റേൺ വരയ്ക്കാം. ഇപ്പോഴത്തെ പാറ്റേൺ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ സെയിം ഒരേ അളവിന് വരയ്ക്കേണ്ട. ആദ്യത്തെ ലൈൻ വരയ്ക്കുമ്പോൾ അത് ജസ്റ്റ് മുകളിലേക്ക് വരയ്ക്കുക. പിന്നെ രണ്ട് സൈഡിലും ലൈൻസ് വരയ്ക്കുമ്പോൾ തൊട്ട് താഴെയായിട്ട് വരച്ചു കൊടുക്കുക. അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി താഴെ, വീണ്ടും അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് താഴെ നിൽക്കണം. നേരത്തെ നമ്മൾ വരച്ചതെല്ലാം ഒരേ ലെവലിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇതേപോലെ ഇപ്പുറം സൈഡിലും വരച്ചു കൊടുക്കാം. എത്ര സ്പേസ് ഉണ്ടോ അത്രയും വരയ്ക്കുക. ഏറ്റവും ചെറുത് ഏറ്റവും താഴെ വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ എസ് പാറ്റേൺ വരച്ച പോലെ തന്നെ ഇതിന്റെ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് കൊണ്ടുവന്ന് പുറത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ കട്ടി കുറഞ്ഞ് താഴേക്ക് ഒരു ലൈൻ വന്നിട്ട് ഇപ്പുറം സൈഡിൽ ഇങ്ങനെ നേരത്തെ വരച്ചതുപോലെ തന്നെ. നേരത്തെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, ഇത്തവണ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. പുറത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരച്ചു കൊടുക്കുക, അകത്ത് വരുമ്പോൾ കട്ടി കുറച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ എൻഡിൽ വരുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ 2-3 ലെയർ പോലെ ചുരുട്ടി ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പുറമേ ഉള്ള സ്ഥലം മാത്രം, അകത്ത് വേണ്ട, അകത്ത് നൈസ് ആയിട്ടിരിക്കണം. പുറമേ ഉള്ളത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് പുറത്തൂടെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് സ്നാക്ക് പാറ്റേൺ എന്ന് പറയേ. ഇതുപോലെ നമുക്ക് ഫ്ലോറൽ ബഞ്ച് ഡിസൈൻ ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺസ് കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്ലവറിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമ്മുടെ ഈ ബെഞ്ച് കംപ്ലീറ്റ് ആവും. ഓക്കെ, എല്ലാ പെറ്റൽസും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്ലോറൽ ബഞ്ച് വരുന്ന 2-3 ഡിസൈനും കൂടി ഞാൻ ഗ്രൂപ്പിൽ ഇടാവേ. പറ്റുന്നവർ വരച്ചിട്ട് ഒന്ന് അയച്ചു തന്നാൽ മതി, നമ്മൾ വരച്ച ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളത്. എല്ലാ ലെയറിനും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത പോർഷൻ
ഒന്നും കൂടി തിക്കായിട്ട് വരച്ചു കൊടുക്കാം. ഇതിലെല്ലാം ഫ്ലവറിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാതെ മുകളിൽ മാത്രമാണെങ്കിൽ ഷെയ്ഡ് ചെയ്യാം, താഴെയായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതുപോലെ നമ്മൾ തൊട്ട് മുന്നേ വരച്ച ഫ്ലവറിനും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ വിട്ടുപോയതായി ഈ ഒരു ഫ്ലവറിന്. നമ്മൾ ഇന്നലെ ആ ഫ്ലവർ വരച്ചതാണ്. അപ്പൊ അതിൽ ഷെയ്ഡ് ചെയ്തതുപോലെ ഒന്നും കൂടി അതിനും കൂടി ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷെയ്ഡ് ചെയ്യുമ്പോൾ അധികം പ്രഷർ കൊടുക്കണ്ട, വളരെ നൈസായിട്ട് പ്രഷർ കുറച്ച് കൊടുത്തിട്ട് ഷെയ്ഡ് കൊടുത്താൽ മതി. ഓക്കെ, ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണോ ഷെയ്ഡ് ചെയ്ത് ആ പെറ്റൽസ് എല്ലാം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് ഇതിന്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി വരച്ചു നോക്കാം കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് ഡിസൈൻ വരയ്ക്കാമല്ലോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ. അപ്പൊ നമ്മുടെ മറ്റേ കൈയുടെ ഷേപ്പിന് വരച്ച ഇതെടുക്കാവോ? കൈയുടെ ഷേപ്പിന് വരച്ച പേപ്പർ എടുക്കുക കേട്ടോ. അതിനകത്ത് നമുക്ക് ഡിസൈൻ വരയ്ക്കാം. പിന്നെ 1-2 ഫ്ലോറൽ ബെഞ്ച് കൂടി ഉണ്ട്. നമുക്ക് ഡിസൈൻ കൂടി വരച്ചിട്ട് സമയം കിട്ടുവാണെങ്കിൽ നമുക്കത് വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ അയക്കാവേ. കാണാമല്ലോ, ഞാനൊരു കൈയുടെ പിക്ചർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൈയുടെ ഷേപ്പ് വരച്ച ആ ഒരു ചെയ്തെടുത്താലും മതി. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ? എല്ലാവരും പേപ്പർ എടുത്തല്ലോ? ഓക്കെ ആണെങ്കിൽ ഒന്നും പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വരയ്ക്കാം. ഫസ്റ്റ് ഡിസൈൻ വരയ്ക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു ജസ്റ്റ് ചെറിയൊരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ എൻഡിൽ വരെ എത്തുന്ന രീതിയിൽ ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കാം. എൻഡിൽ എത്തുന്നവരെ തിൻ ലൈൻ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് തിക്ക് ലൈൻ ആണ്. അപ്പോൾ തിക്ക് ലൈനിന്റെ 2 ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഒരു തിൻ ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞ് തിക്ക് ലൈനിന്റെ 2 ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും ഒരു തിൻ ലൈനും വേണം. അങ്ങനെ ടോട്ടൽ 4 ലൈൻ വരച്ചതിന് ശേഷം മാത്രം നമ്മൾ സെന്ററിലുള്ള ആ 2 ലൈൻ നമുക്ക് തിക്കായി കൊടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരേ ഇതിനെ കിട്ടും. ഓക്കെ, ഇത്രയും വരച്ചു കൊടുക്കാം. തിക്കായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചുറ്റിനും ഫസ്റ്റ് വരച്ച തിൻ ലൈനിന് മുകളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, സംസാരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ പുറമെ നമ്മൾ വരച്ചിട്ടുള്ള ഏത് ലീഫ് ഏത് ഫ്ലവർ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇപ്പൊ തൽക്കാലം നമുക്കൊരു ഫ്ലവർ വരയ്ക്കാം. ഏത് വേണോ വരച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ വരച്ച ഏത് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പൊ തൽക്കാലം നമുക്കൊരു സ്രില്ല് വരച്ചിട്ട് ഇതിന്റെ ലെയറിൽ ഇങ്ങനെ റാ ഷേപ്പിന്, അതായത് നമ്മളിങ്ങനെ വളച്ച് റാ പോലെ വരച്ച് ഇന്നലെ ആദ്യം വരച്ച ആ ഒരു ഷേപ്പിന് ഇത് വരച്ചു കൊടുക്കാം. അതിന് ചുറ്റിന് നമുക്ക് എം ഷേപ്പിൽ പെറ്റൽസ് വരച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലുള്ള ഒരു ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ അവിടെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഔട്ടർ ലെയർ മാത്രം ആദ്യം വരച്ച സ്ഥലത്ത് ഷെയ്ഡ് ചെയ്യേണ്ട, ഔട്ടർ ലെയർ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക.
മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ആദ്യം വരച്ച ഔട്ടർ ലെയർ മാത്രം ഷെയ്ഡ് ചെയ്യുക, അകത്തോട്ട് ഷെയ്ഡ് ചെയ്യേണ്ട. പിന്നെ ഇതിനെ ഒന്ന് തിക്കായിട്ട് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് ഇതിന്റെ തൊട്ടടുത്തുനിന്ന് നമുക്ക് ഹംസ് സ്രില്ല് വരച്ചിട്ട് അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക. സ്രില്ലിന്റെ സെന്ററിൽ വലിയ ഡോട്ടോട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കാം. ഹംസിന്റെ മുകളിലും നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പുറം സൈഡിലും അതുപോലെ വരയ്ക്കാം. സ്രില്ലിന്റെ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ചുറ്റും ഹംസ് വരച്ചു കൊടുക്കുക. നമുക്കിത് വരച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ, വലിയ കൈയാണ് ഇനിയും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഈ ഫ്ലവർ വീണ്ടും വരയ്ക്കുക. അതിന് ചുറ്റിനും 2 ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക. ചെറിയ കൈയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കിയാലും മതിയാവും. സെന്ററിൽ അത് എന്തായാലും വേണം. ഇപ്പുറത്തേക്ക് ഒരെണ്ണം വരച്ചു കൊടുത്താലും മതി. സ്പേസ് നോക്കിയിട്ട് വരയ്ക്കാം. നല്ല സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലവറും കൂടി ഇപ്പുറം വരച്ചു കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് ജ്യൂസി ലീഫും കൂടി വരച്ചു കൊടുക്കുക. സെന്ററിന് മുകളിൽ നിന്ന് ആദ്യം സെന്ററിന് ഒരു ജ്യൂസി ലീഫ്, മുകളിലേക്ക് 2 ചെറിയ ജ്യൂസി ലീഫ് 2 സൈഡിലേക്ക് വരച്ചു കൊടുക്കുക. ജ്യൂസി ലീഫ് വരയ്ക്കുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുക്കണേ. നന്നായിട്ട് പ്രഷർ കൊടുത്ത് നല്ല രീതിയിൽ പേസ്റ്റ് പുറത്തു പോയിട്ട് വരയ്ക്കും. 3 ജ്യൂസി ലീഫും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് സ്പേസ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ ഈ ലെയറിലും കൂടി ഹംസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ മുകളിൽ വരച്ച ആ ഒരു തിൻ ലൈനിലും കൂടി ഹംസ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഹംസ് വരച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ കുറച്ച് സ്പേസ് ഇട്ടിട്ട്, അതായത് ഈ കൈയുടെ ഈ ഒരു പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിലേക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് വരച്ചു കൊടുക്കുക. ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിക്ക് ലൈന് 2 ലൈൻ വരയ്ക്കുക. വീണ്ടും ഒരു തിൻ ലൈൻ വരച്ചു കൊടുത്ത് ഹംസ് വരയ്ക്കുക. വീണ്ടും ഇപ്പുറത്തേക്ക് 2 ലൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് സെന്ററിലെ ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് തിക്കാക്കി കൊടുക്കുക. ഓക്കെ ആണല്ലോ. നേരത്തെ വരച്ചതുപോലെ തന്നെ മുകളിലും താഴെയും ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ. മുകളിൽ ഹംസ് വരച്ചു കൊടുക്കണേ. ഇനി നമ്മൾ ഈ ഒരു സ്പേസ് മുകളിലും കൂടി ഹംസ് വരച്ചിട്ട് വരയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് കോണന്ന് നന്നായിട്ട് ടിപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു സെന്ററിൽ, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ വരച്ച ചെക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ലൈൻസ് നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ലൈൻസ് വരച്ചു കൊടുക്കാവേ. ക്രോസ് ചെയ്ത് ഈ ഇങ്ങനെയുള്ള പോർഷനിൽ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചരിച്ചുള്ള ലൈൻസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഈ സെന്ററിലെ ലൈൻ തന്നെ വരയ്ക്കാം. ഈ എൻഡിൽ നിന്ന് ആ എൻഡിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് സെന്ററിലെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ തൊട്ട് താഴ്ന്ന് വീണ്ടും ലൈൻ വരച്ചു കൊടുക്കാം. ആദ്യം സെന്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ രീതിയിൽ വരയ്ക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് മുകളിലേക്കും വരച്ചു കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വരച്ചത്, ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ക്രോസ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇപ്പുറം സൈഡിലേക്ക് അതുപോലെ ക്രോസ് ലൈൻസ് വരച്ചു കൊടുക്കുക. ചെറിയ ഗ്യാപ്പ് മതി, ഒത്തിരി വലിയ ഗ്യാപ്പ് വേണ്ട. ചെറിയ ഗ്യാപ്പ് ഇട്ട് വരച്ചു കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ആ സർക്കിളിനകത്ത് വരച്ച ചെക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വരച്ചു കൊടുക്കാം. ഈ ഒരു പോർഷനിൽ വരയ്ക്കാം. അവിടെ ചെക്ക് വരച്ചതുകൊണ്ട് ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കാം.
ഓക്കെ. ഇനി ഇതിന്റെ എല്ലാം ഈ ഒരു പോർഷനിൽ, ഈ ഒരു ജോയിന്റ് വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ടിയർ ഡ്രോപ്പിന് ചെയ്യുന്ന പോലെ നല്ല തിക്കായിട്ടൊരു ഡോട്ട് ഇട്ട് താഴേക്ക് ഒരു ലൈൻ പോലെ ആക്കി കൊടുക്കാം. അതുപോലെ എല്ലാ ജോയിന്റിലും ചെയ്ത് കൊടുക്കാം. നന്നായി തിക്കായിട്ട് തന്നെ വരച്ച് താഴേക്ക് ഇട്ട് കൊടുക്കാം. തിക്കായിട്ടൊരു ഡോട്ട് വരച്ച് താഴോട്ട് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. നമ്മൾ ടിയർ ഡ്രോപ്പിന് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സ്പേസിലും ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പേസ് ആണെങ്കിൽ ചെറിയ ഡോട്ട് മതി. ഈ കോർണർ സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സ്പേസ് ആയിരിക്കും. അവിടെ നമ്മൾ കുഞ്ഞതായിട്ട് വരച്ചു കൊടുത്താൽ മതി. മുകളിൽ അതുപോലെ വരയ്ക്കാം. എല്ലാ സ്ഥലത്തും വരച്ചു കൊടുക്കണേ. ഇത് തന്നെ ഇവിടെ വരയ്ക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അധികം വിസിബിൾ ആവാതെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഈ ഒരു കർവ് ഷേപ്പിന് ഈ ഒരു വളഞ്ഞ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അത്ര വിസിബിൾ ആക്കണ്ട, അധികം വിസിബിൾ ഇല്ലാത്ത വരച്ചു കൊടുക്കുക. അധികം വിസിബിൾ ആവാത്ത രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. ഒരു ലൈൻ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവിടെയും ആദ്യം വരച്ച ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കാം. ആദ്യം സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവേ. സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഫ്ലവർ ആണെങ്കിലും വരയ്ക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം അവിടെ ഈ ഒരു ഫ്ലവർ വരച്ചതുകൊണ്ട് ഈ രീതിയിൽ ആദ്യം റാ ഷേപ്പിന് അകത്തൊരു ലെയർ കൊടുത്തിട്ട് പുറത്ത് എം ഷേപ്പ് പെറ്റൽ വെച്ചിട്ട് നമ്മൾ വരച്ച ആ ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇന്നലെ വരച്ച ബോൾഡ് ഫ്ലവർ ഏത് ഫ്ലവർ ആണെങ്കിലും ഇതിനകത്ത് വരച്ചു കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഫ്രണ്ടിലേക്ക് നല്ല വലിയൊരു സ്പൈറൽ വരച്ചു കൊടുക്കാം. മുമ്പോട്ടേക്ക് ഈ ഒരു ഇതിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാം. ഓക്കെ. സ്പൈറലിന്റെയും ഈ ഒരു ഫ്ലവറിന്റെയും സ്പൈറലിന്റെയും സെന്ററിലായിട്ട് ജസ്റ്റ് ഒരു ലീഫും കൂടി വരയ്ക്കാം. അതിന്റെ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ട് താഴോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ സ്പൈറലിന്റെ മുകളിൽ നിന്ന് വീണ്ടും പകുതിയായിട്ടൊരു സ്രില്ല് വരച്ചാൽ മതി. സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പകുതിയായിട്ടൊരു സ്രില്ല് വരച്ചിട്ട് വീണ്ടും നമ്മൾ വരച്ച ഈ സെയിം ഫ്ലവറിന്റെ പകുതി വരച്ചു കൊടുക്കാം. സെന്ററിൽ വരയ്ക്കുന്ന ഫ്ലവർ ഫുൾ ആയിട്ട് തന്നെ വരയ്ക്കാം. ഇനി ഇങ്ങോട്ട് വരയ്ക്കുന്നതെല്ലാം പകുതി പകുതി വരച്ചാൽ മതി. ഇതില് എം ഷേപ്പിൽ പെറ്റൽസ് വരച്ചു കൊടുക്കും. ഓക്കെ. ഇപ്പുറം സൈഡിലും അതുപോലെ തന്നെ നമ്മൾ സ്രില്ല് വരച്ചു കൊടുക്കുക. അത്യാവശ്യം വലിയ സ്രില്ല് തന്നെ വരച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇവിടെയും രണ്ട് ലീഫിന്റെയും ഫ്ലവറിന്റെയും സ്രില്ലിന്റെയും സെന്ററിലായിട്ട് ഒരു ലീഫ് വരച്ചു കൊടുക്കാം. വീണ്ടും ഈ സെയിം രീതിയിൽ തന്നെ ഈ സ്പൈറലിന്റെ മുകളിൽ നിന്ന് വീണ്ടും ഒരു ഫ്ലവർ വരയ്ക്കാം. ഫ്ലവറിന്റെ പകുതി വരച്ചാൽ മതി. സെന്ററിൽ മാത്രം ഫുള്ള് വരച്ചു കൊടുത്താൽ മതി. ഇനി വരയ്ക്കുന്ന എല്ലാം പകുതി വരച്ചാൽ മതി. എം ഷേപ്പിൽ ഈ പെറ്റൽസും മാറ്റി വരയ്ക്കാവേ. എം ഷേപ്പ് പെറ്റൽ തന്നെ വരക്കണമെന്നില്ല. ഇന്നലെ വരച്ചതിൽ ഏത് പെറ്റൽസ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഓക്കെ. വീണ്ടും സ്പൈറല്, ലീഫ്. എനിക്ക് ഇത്രയും സ്പേസ് ഉള്ളൂ, നിങ്ങൾക്ക് ഇനിയും സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിന് ഈ ഒരു കർവ് പോലെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരച്ചു പോവാം. ഓക്കെ. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഈ വരച്ച എല്ലാ പെറ്റൽസിന്റെയും മുകളിൽ കൂടി ഒന്നും കൂടി ഔട്ടർ മാത്രം നല്ല തിക്കായിട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ തിക്കായിട്ട് വരച്ചു വരുന്ന സമയത്ത് ഈ ലീഫും ഈ ഫ്ലവറൊക്കെ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഡാർക്ക് ചെയ്ത് തിക്കായിട്ട് വരയ്ക്കുക. ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് വരുന്ന സ്ഥലത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് വരച്ചു കൊടുക്കുക. നന്നായിട്ട് അവിടെ പ്രഷർ കൂട്ടി നന്നായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എല്ലാം ഇതുപോലെ വരച്ചിരിക്കുന്ന മൊത്തം കംപ്ലീറ്റ് നമ്മൾ തിക്കായിട്ട് വരച്ചു കൊടുക്കുക. ഔട്ടർ ലെയർ മാത്രമേ ഔട്ടർ മാത്രം, അകത്തോട്ട് ഒന്നും വരയ്ക്കണ്ട. താഴെയും മുകളിലും ഔട്ടർ ലെയർ മാത്രം നല്ല തിക്കായിട്ട് വരയ്ക്കുക. ഈ ലീഫിന്റെയും സ്പൈറലിന്റെ അല്ലെങ്കിൽ ലീഫിന്റെ ഫ്ലവറിന്റെയും സെന്ററിൽ ഗ്യാപ്പ് വരുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ നന്നായിട്ട് ഡാർക്ക് ചെയ്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ താഴെയും നമ്മൾ ഔട്ടർ മാത്രം ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അകത്തേക്കൊന്നും ചെയ്യേണ്ട. ഔട്ടർ ഷേപ്പ് മാത്രം
ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ നമുക്ക് ഇതുപോലെ ഗ്രിഡോ അല്ലെങ്കിൽ ചെക്കോ എന്തെങ്കിലും വരയ്ക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് ഹംസ് വെച്ചിട്ട് ഫ്ലവർ വരയ്ക്കാം. ആദ്യം ഒരു റാ പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക, ഒരു റാ ഷേപ്പ് വരയ്ക്കാം. അതിന് ചുറ്റും 2 ലെയറിൽ ഹംസ് വരച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഈ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹംസ് വരയ്ക്കുമ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ നൈസായിട്ട് ഹംസ് വരച്ചാൽ മതിയാവും. ഹംസ് വരയ്ക്കുമ്പോൾ ഈ നമ്മളിങ്ങനെ ഏതെങ്കിലും സ്പേസിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹംസ് വരയ്ക്കുന്ന സമയത്ത് ഹംസിന് അത്ര തിക്നെസ് കൊടുക്കേണ്ട, ചെറുതായിട്ട് വളരെ നൈസായിട്ട് വരച്ചു കൊടുത്താൽ മതി. പ്രഷർ കുറച്ച് ഹംസ് വരച്ചു കൊടുത്താൽ മതി. 2 ലെയറിൽ വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വരച്ച ഈ ഒരു റാ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ആ റാ തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും, ഹംസ് കുറച്ചൊന്ന് ലൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ വരച്ചു കൊടുക്കുക. റാ ഷേപ്പ് വരയ്ക്കുക, ചുറ്റിന് ഹംസ് വരച്ചു കൊടുക്കുക. ഹംസ് വരയ്ക്കുമ്പോൾ തിക്നെസ് കുറച്ച് വരച്ചാൽ മതി. ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ നമുക്ക് എങ്ങനെ വേണോ ചെയ്ത് കൊടുക്കാവേ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് വരച്ച് കഴിയുമ്പോൾ ഈ റാ ഷേപ്പ് നന്നായിട്ട് തിക്കാക്കി കൊടുക്കുക. അത് തിക്കാക്കാൻ മറന്നു പോകരുത്, എന്നാലേ ഇത് ലൈറ്റായിട്ടും അത് തിക്കായിട്ടും ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെ ഇതിനകത്തുള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഹംസ് വെച്ച് ഫില്ല് ചെയ്യും. ക്ലിയർ ആവുന്നു, തിക്കാക്കി കൊടുക്കാം. അതുപോലെ കംപ്ലീറ്റ് ചെയ്യണേ. രണ്ട് ലെയർ ഹംസ് വരയ്ക്കുന്നതിന് പകരം ഒരു ലെയർ വരച്ചാലും കുഴപ്പമില്ല, 3 ലെയർ വരച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണോ സ്പേസ് കിട്ടുക അതനുസരിച്ച് വരച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വരച്ച് വരുമ്പോൾ എൻഡിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യം വരച്ച ഫ്ലവേഴ്സിന്റെ ഒക്കെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഹംസ് വരയ്ക്കാൻ, ഇങ്ങനെ റാ ഷേപ്പ് വരച്ചിട്ട് ഹംസ് വരയ്ക്കാൻ സ്ഥലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കൂടി ഒന്നും കൂടി, അതായത് 2 ലെയർ വരച്ചതിന് മുകളിൽ കൂടി മൂന്നാമതൊരു ലെയർ ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അല്ലാതെ റാ ഷേപ്പ് വരച്ചിട്ട് സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒന്നും കൂടി വരച്ചു കൊടുത്താൽ മതി. അതല്ല ഒരു ലെയറിനുള്ള സ്പേസേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുത്താലും മതി. കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കും. സ്പേസ് ഉള്ളതനുസരിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അല്ലാതെ തന്നെ ഹംസ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സ്പേസ് വെറുതെ ഇടരുത്, അവിടെ അങ്ങ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ, ഇത്രയും വരച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫിംഗറിലും കൂടി വരച്ചു കൊടുക്കാവേ. ഫിംഗറിൽ വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക, അതിന് ഹംസ് വരയ്ക്കുക. ഇതിപ്പോ ഞാൻ ഈ വരയ്ക്കുന്നതിൽ ഓരോ ഫിംഗറിലും ഓരോ ഇതായിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് ആ ഡിസൈൻ വേറെ ഡിസൈനിലൊക്കെ മാറ്റി മാറ്റി വരയ്ക്കാം. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഒരെണ്ണം തന്നെ എല്ലാ ഫിംഗറിലും വരച്ചാലും മതി. ഇത് ഓരോന്ന് വരയ്ക്കുന്നത് ഇനി വേറെ ഡിസൈൻസിൽ ഇതും കൂടെ വെക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്നൊരു സ്പൈറൽ വരച്ചു കൊടുക്കാം. ചെറിയൊരു സ്പൈറൽ വരച്ചു കൊടുത്താൽ മതി.
അതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ച രീതിയിൽ ലൈൻസ് വരച്ചു കൊടുക്കാം. സെന്ററിലെ ലൈൻ കുറച്ച് മുകളിലേക്ക്, പിന്നീട് വരയ്ക്കുന്ന ലൈൻസ് കുറച്ച് താഴേക്കായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിന്റെ എല്ലാ എൻഡിലായിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഹംസ് വരച്ചിട്ടാണ് വരച്ചത്. അതിനുശേഷം മുകളിലേക്ക് ഒരു തിക്ക് ലൈനും വീണ്ടും ഒരു ഹംസും കൂടി വരച്ചു കൊടുക്കാം. മുകളിൽ നമ്മൾ ഈ താഴെ വരച്ച ആ സെയിം സാധനം തന്നെ മുകളിൽ വേണമെങ്കിൽ വരയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ അകത്ത് നേരത്തെ വരച്ച ആ ഒരു ഫ്ലവർ ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് വരച്ചിട്ട് നമുക്ക് ബാക്കി സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നേരത്തെ വരച്ചതുപോലെ അകത്ത് വരച്ച സെയിം ഫ്ലവർ വരച്ചിട്ട് നമുക്ക് ബാക്കി പോർഷൻസ് ഡാർക്ക് ചെയ്യാം. ബാക്കി പോർഷൻസ് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഫിംഗറിൽ വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കാം. ആദ്യം ഒരു ലൈൻ വരയ്ക്കാം, ഹംസ് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഇത് തന്നെ നേരത്തെ വരച്ചത് തന്നെ വേണമെങ്കിൽ അത് തന്നെ വരയ്ക്കാം. ഇതിപ്പോ വേറെ മാറ്റി വരയ്ക്കുവാണെങ്കിൽ വേറെ ഡിസൈൻസ് വരുമ്പോൾ നമുക്ക് ഫിംഗറിൽ അങ്ങനെ വരയ്ക്കാമല്ലോ. ഒരു സ്പൈറൽ ഇങ്ങോട്ടും ഒരു സ്പൈറൽ ഈ സൈഡിലേക്കും വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്പൈറൽ വരയ്ക്കാം. അതിന്റെ സെന്ററിൽ നിന്ന് ഒരു ജ്യൂസി ലീഫ് താഴേക്ക് വരച്ചു കൊടുക്കുക. ജ്യൂസി ലീഫ് മാറ്റി ടിയർ ഡ്രോപ്പ് ആക്കിയാലും കുഴപ്പമില്ലേ, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ടിയർ ഡ്രോപ്സും കൂടി വരച്ചു കൊടുക്കും. രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ടിയർ ഡ്രോപ്പ് കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, വീണ്ടും ഹംസ് വരച്ചിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പൊ ഇവിടെ ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. വീണ്ടും ഒരു ലൈൻ വരച്ച് വീണ്ടും ഹംസ് വരച്ചു കൊടുക്കാം. ഈ മറ്റേ ഫിംഗർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്ലവർ വരച്ച് ഇവിടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി പോർഷൻ ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത ഫ്ലവറും അടുത്ത കയ്യിലും അതുപോലെ വരക്കുവാണേ. ആദ്യം ഒരു ലൈൻ ഹംസ്. ഇവിടെ ജ്യൂസി ലീഫ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. മുകളിലോട്ട് വന്ന് ഒരു ജ്യൂസി ലീഫ്, സെന്ററിൽ വരയ്ക്കുന്ന ജ്യൂസി ലീഫ് എപ്പോഴും വലുതായിട്ട് വരയ്ക്കാം. താഴേക്ക് ചെറിയ ചെറിയ ജ്യൂസി ലീഫ് വരച്ചു കൊടുത്താൽ മതി. വീണ്ടും ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇത് ഇങ്ങോട്ട് ഡാർക്ക് ചെയ്യാത്തത് ടൈം പോകുന്നതുകൊണ്ടാണ്. നമുക്കിനി ഒരു കുഞ്ഞ് ഡിസൈനും കൂടി വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇവിടുന്ന് സ്പൈറൽ സ്രില്ല് വരച്ചു കൊടുക്കുക. വീണ്ടും ആ നമ്മൾ നേരത്തെ വരച്ച ഫ്ലവർ വരയ്ക്കുക. ബാലൻസ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ താഴോട്ട് വരച്ച സാധനം തന്നെ ലീഫിലും ഫിംഗറിലും മുകളിലോട്ട് വരച്ചാലും കുഴപ്പമില്ല. അങ്ങനെ വച്ചിട്ട് ബാക്കി വന്ന സ്പേസ് കംപ്ലീറ്റ് ഡാർക്ക് ചെയ്ത് കൊടുക്കണേ. അടുത്തൊരു ഫിംഗറും കൂടി വരയ്ക്കാം. ഹംസ് വരച്ചു കൊടുക്കാം. രണ്ട് ലൈൻ വരച്ച് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. പിന്നെ ഒരു തിൻ ലൈനും കൂടി വരച്ചിട്ട് തിക്കാക്കാം. ഹംസ് വരയ്ക്കാനാണേ. ഓക്കെ, ഇതിന്റെ സെന്ററിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ച് ചേർത്ത് വരയ്ക്കാം. നേരത്തെ വരച്ചതുപോലെ ആദ്യത്തെ ലൈൻ ഏറ്റവും മുകളിൽ, പിന്നെ വരയ്ക്കുന്ന രണ്ട് ലൈൻസ് എല്ലാം താഴെ വരച്ചു കൊടുക്കാം. ഇതിന്റെ എൻഡിൽ ഇങ്ങനെ വേണമെങ്കിലും വെച്ചേക്കാം. ഇതിന്റെ എൻഡിൽ ഡോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. സർക്കിൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരച്ച ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, രണ്ട് ടിയർ ഡ്രോപ്പ് ചേർത്തുള്ള ഹാർട്ട് ഷേപ്പ് ചെറുതായിട്ട് ഇതിനകത്ത് വരച്ചു കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ഫിംഗറിലും ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാം കൂടി ചെയ്താലും കുഴപ്പമില്ല. വേറെ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോഴും ഇതിലേതെങ്കിലും ഒന്ന് എല്ലാ രീതിയിലും കൂടി ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ.
പിന്നെ ഈ ലാസ്റ്റ് ഈ ഫിംഗറിലും ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാം. ജ്യൂസി ലീഫ് വലുതായിട്ട് വരച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ എത്തുമ്പോൾ തിക്നെസ് കൂട്ടി ഈ രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ടിയർ ഡ്രോപ്പ് കൂടി ഇങ്ങനെ വരയ്ക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജ്യൂസി ലീഫും ടിയർ ഡ്രോപ്സും ഒക്കെ മാറ്റി മാറ്റി വരയ്ക്കാം. വീണ്ടും തിക്ക് ലൈൻ വരച്ചിട്ട് ഹംസ് വരച്ച് നേരത്തെ വരച്ച ഫ്ലവർ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഒന്ന് ഡാർക്ക് ചെയ്തോളണേ. ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഇനി അടുത്ത ഡിസൈനും കൂടി വരയ്ക്കാനുള്ള ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിന് പോയത്. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി അടുത്ത ഡിസൈൻ വരയ്ക്കാനുള്ള അത് കുഞ്ഞ് ഡിസൈനാണ്, പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനും കൂടി വരച്ചിട്ട് നമുക്ക് മതിയേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ജസ്റ്റ് നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി പെട്ടെന്ന് വരച്ചിട്ട് അടുത്ത പേപ്പർ എടുക്കാം കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഒരു ബാക്ക് ഹാൻഡും കൂടി വരച്ചിട്ട് നമുക്ക് മതിയാക്കാവേ. നമ്മൾ വരച്ച ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചൂണ്ടുവിരലിന്റെ താഴ്ന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വരച്ച ഫ്ലവർ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. നമ്മളൊരു സ്രില്ല് വരച്ചു കൊടുക്കുക. സ്രില്ല് വരച്ചു കൊടുക്കുക. 4 സൈഡിൽ ഇന്നലെ നമ്മൾ വരച്ചതുപോലെ 4 സൈഡിൽ നല്ല തിക്കായിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. എൻഡിൽ മാത്രം ചെറിയൊരു വാല് പോലെ വരച്ചു കൊടുക്കുക. 4 കിട്ടിയില്ലെങ്കിൽ 3 വരച്ചാൽ മതി. ഇപ്പൊ എനിക്ക് 3 സ്പേസ് കിട്ടുള്ളൂ. വലിയ സ്രില്ലായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് 4 സ്പേസ് കിട്ടുമേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്രില്ലായിട്ട് വരച്ചോ, 4 കുറച്ച് ബെറ്റർ. എന്നിട്ട് ഇതിന്റെ മുകളിൽ റാ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഉള്ളിലായിട്ട് നമ്മൾ ഇപ്പൊ വരച്ച ആ തിക്കായിട്ട് വരച്ച പോർഷൻ ഉള്ളിലേക്ക് കവർ ആയിരിക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, വീണ്ടും ഇതിന്റെ ഇവിടുന്ന് വീണ്ടും ഇതിന്റെ ഹാഫ് വരയ്ക്കാം. ആദ്യത്തെ നമ്മൾ മിനിമം 4 വരയ്ക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് വലിയ സ്രില്ല് വരയ്ക്കാം. എനിക്കിപ്പോ 3 കിട്ടുള്ളൂ. അത് 4 വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമ്മൾ വരയ്ക്കുന്നത് 3 വരച്ചാൽ മതി. ആദ്യത്തത് 4 വരയ്ക്കാം. ഇവിടുന്ന് 3 സൈഡിലേക്കും നല്ല തിക്കായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെയും ഇതിന് മുകളിൽ കൂടി ജസ്റ്റ് റാ ഷേപ്പിൽ വരയ്ക്കാം. ഈ നമ്മൾ വരച്ച തിക്കായിട്ടുള്ള പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഇപ്പുറം സൈഡിൽ വീണ്ടും വരയ്ക്കുക. ഒരു സ്രില്ല് വരയ്ക്കാം. സ്രില്ലിന്റെ ഒക്കെ എൻഡിൽ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തോ. എന്നിട്ട് സ്രില്ല് വരച്ച് ചെറുതായി പോവാണെങ്കിൽ പുറമെ ഒരു ലൈനും കൂടി വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 3 എണ്ണം നന്നായിട്ട് തിക്കായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിന്റെ മുകളിൽ നമ്മൾ വരച്ചു കൊടുക്കുവാണേ സർക്കിള്, സോറി റാ ഷേപ്പിൽ ഇതിനുള്ളിലാക്കിയിട്ട് വരച്ചു കൊടുക്കുക. സെന്ററിൽ ഡോട്ട് ഇട്ട് കൊടുക്കാൻ മറന്നുപോലെ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു സർക്കിൾ, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ ഷേപ്പിന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. ഒരു ലൈനും കൂടി കൊടുത്ത് ഇതിനെ തിക്കാക്കി വരയ്ക്കണേ. ഒരു ലൈനും കൂടി വരച്ചു കൊടുത്ത് ഇതിനെ തിക്കായിട്ട് വരച്ചു കൊടുക്കാം. ലൈൻ വരയ്ക്കുമ്പോൾ തട്ടിക്കാതെ തന്നെ വരച്ചു കൊടുക്കണം. കയ്യിൽ തട്ടിക്കാതെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ നല്ല തിക്കായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിന് പുറമെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ ആണ്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഫുള്ളായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം.
ഓക്കെ ആണല്ലോ. ഇതിന് ഹംസ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ വരച്ച 3 ഫ്ലവർ ഇല്ലേ, അതിന് നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർവ് ലൈൻ വെച്ച് 2 ലീഫ് വരയ്ക്കൂലേ, ആ രീതിയിൽ വരയ്ക്കുന്ന ലീഫ് അത്യാവശ്യം നല്ല തിക്കായിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്ത് വരയ്ക്കാം. ഒരു സെൻറ്റർ എൻഡിൽ എത്തുമ്പോൾ മാത്രം തിക്നെസ് കുറച്ച് കൊടുക്കുക, പ്രഷർ കുറയ്ക്കുക. അതുപോലെ 2 സൈഡിൽ നിന്നും നല്ല തിക്കായിട്ട് തന്നെ വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫിന്റെ ഷേപ്പ് കിട്ടും. ഇവിടെ നല്ല തിക്കായിട്ട് വരച്ചു കൊണ്ടുവരാം. സെന്ററിൽ എത്തുമ്പോൾ ഫോഴ്സ് കുറച്ച് കൊടുക്കുക. ഇപ്പുറം സൈഡിലും അങ്ങനെ ഒരു 3 ലീഫ് വരച്ചു കൊടുക്കുക. ഈ 2 സൈഡിലേക്കും സെന്ററിലൊരെണ്ണം മുകളിലേക്കും നല്ല തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. സെന്ററിൽ എത്തുമ്പോൾ മാത്രം തിക്നെസ് കുറച്ച് കൊടുക്കുക. അങ്ങനെ 3 വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പുറം സൈഡിലും കൂടി ജസ്റ്റ് ഒരെണ്ണം വരച്ചു കൊടുക്കുക. ഇപ്പുറം സൈഡിലും 3 വരയ്ക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ വരച്ച ഈ സെയിം ഫ്ലവർ തന്നെ മുകളിൽ ഈ സർക്കിളിന് മുകളിലും വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ വരയ്ക്കുമ്പോൾ 3 മതിയാവും. 3 തിക്കായിട്ടുള്ള പോർഷൻ മതിയാവും. ആദ്യത്തെ ഫ്ലവർ മാത്രം 4 വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് 3 വരയ്ക്കാം. 3 വരയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് നന്നായിട്ട് പ്രഷർ കൊടുക്കണം. നല്ല രീതിയിൽ പേസ്റ്റ് പുറത്ത് വരുന്ന രീതിയിൽ തന്നെ വരച്ചു കൊടുക്കണം. ഓക്കെ, ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ റാ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. അതുപോലെ 3 വരച്ചു കൊടുക്കുക. വീണ്ടും വരയ്ക്കാം. സെന്ററിൽ നിന്ന് 2 സൈഡിലും സെന്ററിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലും കൂടി ഒരെണ്ണം വരച്ചിട്ടുണ്ട്. ഇവിടെയും ഈ സൈഡിൽ നിന്ന് നമുക്ക് 3 ലീഫ് വരച്ചു കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് നേരത്തെ വരച്ച പോലെ തന്നെ നല്ല തിക്കായിട്ട് വന്ന് സെന്ററിൽ എത്തുമ്പോൾ തിക്നെസ് കുറച്ച് വരച്ചു കൊടുക്കുക. ഒരെണ്ണത്തിനുള്ള സ്പേസ് ഉള്ളെങ്കിൽ ഒരെണ്ണം വരയ്ക്കാം. 3 സ്പേസ് കിട്ടുമെങ്കിൽ 3 വരയ്ക്കാം. 2 സ്പേസ് കിട്ടുമെങ്കിൽ 2 വരയ്ക്കാം. അതനുസരിച്ച് വരയ്ക്കാം. 3 സ്പേസ് കിട്ടുവാണെങ്കിൽ 3 വരച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ വരയ്ക്കണേ. ഇപ്പുറം സൈഡിൽ ഒരെണ്ണം കൂടി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ജസ്റ്റ് ഇങ്ങനെ വളച്ചൊന്ന് വരച്ചു. ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നല്ല തിക്കായിട്ട് വന്ന് സെന്ററിൽ കുറച്ച് വലുതായിട്ട് വരയ്ക്കണേ. സെന്ററിൽ എത്തുമ്പോൾ തിക്നെസ് കൂട്ടി ഈ രീതിയിൽ ഒന്ന് ജസ്റ്റ് വളഞ്ഞു വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി വരച്ചു കൊടുക്കാം. അത് ഇപ്പുറം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരിക്കുന്ന രീതിയിൽ വരയ്ക്കാം. വീണ്ടും താഴെയായിട്ട് വരയ്ക്കുക. ഇനി വരയ്ക്കുന്നതെല്ലാം കുറച്ച് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, സെന്ററിൽ നിന്ന് ഒരു ടിയർ ഡ്രോപ്പ് താഴേക്ക് വരച്ചു കൊടുക്കുക. ഇപ്പുറം കൂടി ഒരെണ്ണം വരച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ സർക്കിളിനകത്തും കൂടി ഒരു 3 ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാവേ. സെന്ററിൽ മുകളിലേക്ക്. ഇനി നിങ്ങൾക്ക് താഴോട്ട് വരയ്ക്കണമെങ്കിൽ ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി മുകളിലോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ താഴെ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് താഴെ വരെയും വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു സ്പൈറൽ നല്ല വലുതായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. അത്യാവശ്യം വലിയ രീതിയിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കാം. ഓക്കെ, സ്പൈറലിന്റെ തൊട്ടടുത്തോടി ഒരു ചെറിയൊരു ലൈൻ, ഒരു തിൻ ലൈൻ കൊണ്ടുവന്ന് എൻഡിൽ എത്തുമ്പോൾ അതിനൊന്ന് തിക്നെസ് കൂട്ടിക്കൊടുക്കാം. അതിൽ ചുറ്റിനുമായിട്ട് നമുക്ക് ഹംസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. അതിന് ചുറ്റിനായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. ഒരു ശ്രില്ല് വരയ്ക്കുക. നല്ല തിക്നെസ് ആയിട്ട് ഒരു 3 പെറ്റൽസ് വരച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ വരയ്ക്കുക. അതിന് ചുറ്റിനും റാ പോലെ വരച്ചു കൊടുക്കുക. ഓക്കെ,
ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വരച്ച ആ 3 ലീഫും കൂടി വരച്ചു കൊടുക്കുക. 2 എണ്ണം 2 സൈഡിലേക്ക് വരയ്ക്കുക. മൂന്നാമത്തത് വന്ന് സെന്ററിലോട്ട് വരയ്ക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി ലീഫ് ജസ്റ്റ് ബാക്കി എല്ലാ ഫിംഗറിലും ജസ്റ്റ് ഇങ്ങനെ ജ്യൂസി ലീഫ് മാത്രമായിട്ട് വരച്ചു കൊടുക്കുക. ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് വളച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 2 സൈഡിലേക്കും ജ്യൂസി ലീഫ് വരയ്ക്കുക. സെന്ററിലെ ജ്യൂസി ലീഫ് കുറച്ച് വലുതായിട്ട് വരയ്ക്കണേ. ഇപ്പുറം സൈഡിലും അതുപോലെ വരച്ചു കൊടുക്കുക. എൻഡിൽ വേണമെങ്കിൽ ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഫിംഗറിലും വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കുക. 2 സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക. ജ്യൂസി ലീഫ് നല്ല തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. സെന്ററിലെ ജ്യൂസി ലീഫ് കുറച്ച് വലുതായിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഫിംഗറിലും അതേപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഈ ഫിംഗറിലൊക്കെ നമ്മൾ നേരത്തെ വരച്ച ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാവേ. ഇതിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വരച്ചതാണ്. ഓക്കെ ആണല്ലോ. ഇതിൽ എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റി വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ജ്യൂസി ലീഫ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് വരച്ച് ഫില്ല് ചെയ്യാം. ഒരു 3 ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇവിടെ ഒരു 3 ജ്യൂസി ലീഫ് വരച്ചു കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇനി 1-2 ഡിസൈൻസും കൂടി ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാവേ. നമ്മൾ വരച്ച സെയിം ഫ്ലവേഴ്സ് വെച്ചിട്ട് വരയ്ക്കുന്നത് തന്നെ നിങ്ങൾ അതൊന്ന് വരച്ചിട്ട് പറ്റുന്ന ആൾക്കാരൊന്ന് വരച്ചിട്ട് അയച്ചു തന്നാൽ മതി. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? കുറച്ച് സ്പീഡിന് പോയത് നമുക്ക് ടൈമിന് 2 ഡിസൈൻ എങ്കിലും വരയ്ക്കണം. 3 ഡിസൈൻ വരയ്ക്കണം എന്ന് വിചാരിച്ചതാണ്. 2 വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ? ഓക്കെ ആണോ? ഒരു ചാറ്റിൽ ഓക്കെ ഇടോ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ബാക്കി ഡിസൈനും ഫ്ലോറൽ ബഞ്ച് വരുന്ന 2-3 ഡിസൈനും കൂടി ആയിട്ട് ഗ്രൂപ്പിലിടാം. പറ്റുന്നത് പോലെ വരച്ചയച്ചാൽ മതി. ഒന്നാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. നിങ്ങൾക്ക് ടൈം എങ്ങനെയാണോ അതനുസരിച്ച് വരച്ച് അയച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് വൈൻഡപ്പ് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്കോർഡ് ഓഫ് ചെയ്തോ.